ഹലോ, ഫാബ്സോയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങൾ പുറത്തു പോകുമ്പോൾ റോഡരികിലായി സൈൻ ബോർഡുകൾ സ്ഥാപിച്ചത് കാണാറില്ലേ? ഇവിടെ നോക്കൂ, ഏതെല്ലാം ഷേപ്പുകളിലാണ് സൈൻ ബോർഡുകൾ കാണപ്പെടുന്നത്? യെസ്, ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ, സർക്കിൾ. പിന്നെയോ, ഇപ്പോൾ കാണുന്ന രൂപത്തിന് എത്ര സൈഡ്സ് ഉണ്ട്? അടുത്തതിനോ? പേരുകൾ പറയാൻ പറ്റുന്നില്ലേ? എങ്കിൽ ഇത്തരം രൂപങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ നോക്കൂ, ഡോട്ട്സ് യോജിപ്പിച്ച് ഡിഫറെൻറ്റ് ഷേപ്സ് വരച്ചിരിക്കുന്നു. ഒന്നാമത്തെ പിക്ചർ ഏതാണ്? അതെ, ട്രയാങ്കിൾ. ട്രയാങ്കിളിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമായിരുന്നു? യെസ്, 3 വേർട്ടിസസ്, 3 സൈഡ്സ്. നോക്കൂ, ഇതൊരു ക്ലോസ്ഡ് ഫിഗർ അല്ലേ? അപ്പോൾ 3 സൈഡ്സും 3 വേർട്ടിസസുമുള്ള ക്ലോസ്ഡ് ഫിഗറാണ് ട്രയാങ്കിൾ. ഇനി അടുത്ത പിക്ചർ നോക്കൂ. 4 സൈഡ്സ്, 4 വേർട്ടിസസ്. എന്നാൽ ഇതൊരു റെക്റ്റാങ്കിൾ ആണോ? അല്ല. ഇത്തരത്തിൽ 4 സൈഡ്സും 4 വേർട്ടിസസുമുള്ള ക്ലോസ്ഡ് ഫിഗേഴ്സിനെ നമ്മൾ ക്വാഡ്രിലാറ്ററൽ എന്നാണ് പറയാറുള്ളത്. അപ്പോൾ റെക്റ്റാങ്കിൾ ഒരു ക്വാഡ്രിലാറ്ററൽ തന്നെയാണ് കേട്ടോ. അടുത്ത ഷേപ്പിലാകട്ടെ 5 സൈഡ്സും 5 വേർട്ടിസസും ചേർന്ന ക്ലോസ്ഡ് ഫിഗർ. ഈ ഷേപ്പിൻ്റെ പേരെന്തായിരിക്കും? യെസ്, പെൻറ്റഗൺ. കട്ട് ചെയ്തു വെച്ച ലേഡീസ് ഫിംഗർ കണ്ടിട്ടില്ലേ നിങ്ങൾ? അതിൽ ഈ ഷേപ്പ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി പറയൂ, 6 സൈഡ്സും 6 വേർട്ടിസസുമുള്ള ക്ലോസ്ഡ് ഫിഗറിൻ്റെ പേരെന്തായിരിക്കും? യെസ്, ഹെക്സഗൺ. തേനീച്ചക്കൂട്ടിലെ ഓരോ അറകളും ഈ ഷേപ്പിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ രീതിയിൽ നമ്പർ ഓഫ് സൈഡ്സ് കൂടുന്നതിനനുസരിച്ച് ഹെപ്റ്റഗൺ, ഒക്ടഗൺ, നൊണഗൺ തുടങ്ങിയ ഷേപ്സുകളെല്ലാം നമുക്ക് കാണാവുന്നതാണ്. സച്ച് ക്ലോസ്ഡ് ഫിഗേഴ്സ് വിത്ത് 3 or more than sides are generally called polygons. അപ്പോൾ ഇന്ന് നമ്മൾ ഏതെല്ലാം പോളിഗൺസ് പരിചയപ്പെട്ടു? യെസ്, ട്രയാങ്കിൾ, ക്വാഡ്രിലാറ്ററൽ, പെൻറ്റഗൺ, ഹെക്സഗൺ, ഹെപ്റ്റഗൺ, ഒക്ടഗൺ ആൻഡ് സോ ഓൺ. ആനയ്ക്കൊരു ഡൗട്ട്, സർക്കിൾ ഒരു പോളിഗൺ ആണോ എന്ന്. ആണോ? ഫ്രം ദ ഡെഫിനിഷൻ ഓഫ് പോളിഗൺ ഈ കാര്യം വ്യക്തമാണല്ലോ. സർക്കിളിന് സ്ട്രെയിറ്റ് ലൈൻസ് കൊണ്ടുള്ള സൈഡ്സോ ആംഗിൾസോ ഇല്ല. സോ സർക്കിൾ ഒരു പോളിഗൺ അല്ല. ഇനി നമുക്ക് പോളിഗൺസിൻ്റെ മറ്റു ഫീച്ചേഴ്സിലേക്ക് കിടക്കാം. വിച്ച് ഈസ് ദ മോസ്റ്റ് സിംപ്ലസ്റ്റ് പോളിഗൺ? യെസ്, ട്രയാങ്കിൾ. നമുക്കറിയാം, there are 3 angles in a triangle. ഈ 3 ആംഗിൾസും ആഡ് ചെയ്താൽ എത്രയാണ് കിട്ടുക? അതെ, 180 ഡിഗ്രി. എങ്കിൽ മറ്റു പോളിഗൺസിലെ സം ഓഫ് ആംഗിൾസ് എത്രയായിരിക്കും? നമുക്ക് നോക്കാം. നോക്കൂ, ഈ ക്വാഡ്രിലാറ്ററിൽ ഡയഗണൽ വരച്ചിരിക്കുന്നത് കണ്ടില്ലേ? ഇപ്പോൾ ക്വാഡ്രിലാറ്ററൽ സ്പ്ലിറ്റ് ചെയ്ത് 2 ട്രയാങ്കിൾസായി മാറിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ സം ഓഫ് ആംഗിൾസ് ഓഫ് ദി ക്വാഡ്രിലാറ്ററൽ എന്നത് സം ഓഫ് ആംഗിൾസ് ഓഫ് ദീസ് 2 ട്രയാങ്കിൾസ് അല്ലേ? അപ്പോൾ സം ഓഫ് ആംഗിൾസ് ഓഫ് ദി ക്വാഡ്രിലാറ്ററൽ ഈക്വൽ ടു 180 + 180 ദാറ്റ് വിൽ ബി ഈക്വൽ ടു 360 ഡിഗ്രി. ഇതിനെ നമുക്ക് 2 × 180 = 360 ഡിഗ്രി എന്നും എഴുതാം. ഇനി നമുക്ക് പെൻറ്റഗണിൻ്റെ കാര്യം നോക്കിയാലോ. ഇവിടെ നമുക്ക് 2 രീതിയിൽ ചിന്തിക്കാം. പെൻറ്റഗണിനെ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു ക്വാഡ്രിലാറ്ററലും ഒരു ട്രയാങ്കിളുമായി മാറ്റിയാൽ സം ഓഫ് ആംഗിൾസ് ഈക്വൽ ടു സം ഓഫ് ആംഗിൾസ് ഓഫ് ദി ക്വാഡ്രിലാറ്ററൽ പ്ലസ് സം ഓഫ് ആംഗിൾസ് ഓഫ് ദി ട്രയാങ്കിൾ ആയിരിക്കും. അതായത് 360 ഡിഗ്രി പ്ലസ് 180 = 540 ഡിഗ്രി എന്ന് കിട്ടും. എന്നാൽ പെൻറ്റഗണിലെ ഒരു വേർട്ടെക്സിൽ നിന്നും ഇരുവശത്തായുള്ള 2 വേർട്ടിസസ് ഒഴിച്ച് മറ്റു വേർട്ടിസസിലേക്ക് യോജിപ്പിച്ചാൽ 3 ട്രയാങ്കിൾസ് ചേർന്ന രൂപമാക്കി മാറ്റാം. ഇപ്പോൾ സം ഓഫ് ആംഗിൾസ് ഓഫ് പെൻറ്റഗൺ എന്നത് സം ഓഫ് ആംഗിൾസ് ഓഫ് ദ 3 ട്രയാങ്കിൾസ് ആണ്. അതായത് 180 + 180 + 180 = 540 ഡിഗ്രി. ഇതിനെ
3 into 180 that is equal to 540 degree എന്നും എഴുതാം. ഇനി നോക്കൂ, ഇൻ ദ കേസ് ഓഫ് എ ഹെക്സഗൺ ഇത്തരത്തിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ടാകും? യെസ്, 4 ട്രയാങ്കിൾസ്. അപ്പോൾ സം ഓഫ് ആംഗിൾസ് ഈക്വൽ ടു 4 into 180 degree that is equal to 720 degree ആകും. ഇനി ഈ ടേബിൾ ഒന്ന് നോക്കൂ. നെയിം ഓഫ് ദി പോളിഗൺ, നമ്പർ ഓഫ് സൈഡ്സ്, നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ആൻഡ് സം ഓഫ് ആംഗിൾസ് എന്നീ കാര്യങ്ങൾ ടേബിളിൽ തന്നിരിക്കുന്നു. നമ്പർ ഓഫ് സൈഡ്സും നമ്പർ ഓഫ് ട്രയാങ്കിൾസും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? യെസ്, നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഈസ് 2 less than നമ്പർ ഓഫ് സൈഡ്സ്. സം ഓഫ് ആംഗിൾസ് എഴുതിയ കോളം നോക്കൂ. നമ്പർ ഓഫ് സൈഡ്സിനേക്കാൾ 2 കുറവായ നമ്പറിനെ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് സം ഓഫ് ആംഗിൾസ് കണ്ടെത്തിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഇഫ് യു നോ ദ നമ്പർ ഓഫ് സൈഡ്സ് ഇൻ എനി പോളിഗൺ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ സം ഓഫ് ആംഗിൾസ്. നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഒരു n സൈഡഡ് പോളിഗൺ ആണെന്നിരിക്കട്ടെ. അതിനെ എത്ര ട്രയാങ്കിൾസ് ആക്കി മാറ്റാം? യെസ്, n-2 ട്രയാങ്കിൾസ്. അപ്പോൾ സം ഓഫ് ആംഗിൾസ് ഈക്വൽ ടു n-2 into 180 degree. അതായത് the sum of the angles of an n-sided polygon is n-2 into 180 degree. മനസ്സിലായല്ലോ അല്ലേ? എങ്കിലിതാ ഈ ക്വസ്റ്റ്യൻ നോക്കൂ. What is the sum of the angles of a 22-sided polygon? ഇവിടെ നമ്പർ ഓഫ് സൈഡ്സ് n equal to 22 ആണ്. സം ഓഫ് ആംഗിൾസ് n-2 into 180 degree ആണെന്ന് നമുക്കറിയാം. എങ്കിൽ ഫോർ ദ ഗിവൺ പോളിഗൺ ദ സം ഓഫ് ആംഗിൾസ് ഈക്വൽ ടു 22 minus 2 into 180 degree. That is equal to 20 into 180. That will be equal to 3600 degree. എളുപ്പമല്ലേ? മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. The sum of the angles of a polygon is 8100 degree. How many sides does it have? ഇവിടെ സം ഓഫ് ആംഗിൾസ് ഈക്വൽ ടു 8100 degree എന്ന് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് സൈഡ്സ് n ആയാൽ സം ഓഫ് ആംഗിൾസ് n-2 into 180 degree ആണെന്ന് നമുക്കറിയാം. ഇവിടെ n-2 into 180 degree ഈക്വൽ ടു 8100 degree ആണ്. ഇതിൽ നിന്നും n-2 ഈക്വൽ ടു 8100 divided by 180 degree എന്നും n equal to 8100 by 180 plus 2 എന്നും കിട്ടും. ഇത് സോൾവ് ചെയ്താൽ n equal to 45 plus 2 equal to 47 എന്നും ലഭിക്കും. അതായത് for a polygon of 47 sides the sum of angles is 8100 degree. മനസ്സിലായല്ലോ? എങ്കിൽ പോളിഗൺസിൻ്റെ മറ്റു ഫീച്ചേഴ്സുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. Question 1. What is a polygon? Answer: a closed figure with 3 or more than 3 sides. Question 2. Name of the polygon with 6 sides is known as? Answer: hexagon. Question 3. Give examples for quadrilaterals. Answer: rectangle, square, parallelogram, rhombus, etc. Question 4. Sum of interior angles in an n-sided polygons is equal to? Answer: n-2 multiplied by 180. Question 5. Sum of interior angles in a polygon with 17 sides is equal to? Answer: 17 minus 2 multiplied by 180 is equal to 15 multiplied by 180 is equal to 2700 degree. Question 6.
A polygon with 8 sides are known as answer octagon.